ഷാർജയിലെ ഫ്ളാറ്റിൽ മകൾക്കൊപ്പം യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കേസെടുത്ത് കുണ്ടറ പോലീസ്. ചന്ദനത്തോപ്പ് സ്വദേശി വിഭഞ്ചികയും മകൾ വൈഭവിയും ഷാർജയിലെ ഫ്ളാറ്റിൽ വെച്ച് മരിച്ച സംഭവത്തിൽ ദുരൂഹതകൾ ഏറെയാണ്. വിഭഞ്ചികയുടെ അമ്മയുടെ പരാതിയിലാണ് എഫ്ഐആർ. വിഭഞ്ചികയുടെ ഭർത്താവും ഭർത്താവിന്റെ അച്ഛനും സഹോദരിയും കേസിൽ പ്രതികളാണ്. ഇവരെല്ലാം നിലവിൽ യുഎയിലാണെന്നാണ് സൂചന. ഗുരുതര ആരോപണമാണ് പോലീസ് എഫ്ഐആറിലുള്ളത്. ആത്മഹത്യ പ്രേരണയാണ് ആരോപിക്കുന്നത്. വിഭഞ്ചികയുടെയും മകളുടെയും മൃതദേഹം നാട്ടിലെത്തിക്കുമ്പോൾ വീണ്ടും പോസ്റ്റ്മോർട്ടം നടക്കും. അതിനുവേണ്ടി കൂടിയാണ് കേസിൽ എഫ്ഐആർ രേഖപ്പെടുത്തിയത്. 2020 നവംബറിൽ കൊല്ലം സീ പാലസ് ഹോട്ടലിൽ മതാചാര പ്രകാരമായിരുന്നു വിവാഹം. ഷാർജയിലെ താമസത്തിനിടെ മകൾക്ക് മെയ്യാഭരണമായി നൽകിയ സ്വർണവും സ്ത്രീധനവും കുറവാണെന്ന് പറഞ്ഞ് നിരന്തരം പീഡിപ്പിച്ചു. ആവലാതിക്കാരിയുടെ മകൾ വെളുത്തതാണെന്നും പ്രതികളും കുടുംബക്കാരും കറുത്തവരായതിനാൽ ആവലാതിക്കാരിയുടെ മകളെ വിരൂപയാക്കുന്നതിന് മുടി മുറിച്ചു കളഞ്ഞു. വിവാഹബന്ധം വേർപെടുത്താൻ വക്കീൽ നോട്ടീസ് അയച്ച് മാനസിക സമ്മർദ്ദമുണ്ടാക്കി. ഒന്നാം പ്രതിക്ക് പരസ്ത്രീകളുമായിട്ടുള്ള ബന്ധം ചോദ്യം ചെയ്ത ആവലാതിക്കാരിയുടെ മകളെ ശാരീരികമായി ദേഹോപദ്രവം ഏൽപ്പിച്ചു. ഈ മാനസിക പീഡനങ്ങളുടെ തുടർച്ചയാണ് വിഭഞ്ചികയുടെയും മകളുടെയും മരണമെന്നാണ് എഫ്ഐആർ ആരോപണം. നിതീഷും നീതുബേനിയും നിതീഷിന്റെ അച്ഛനുമാണ് പ്രതികൾ. ഭാരതീയ നീതി സംഹിതയുടെ 85-108 വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. സ്ത്രീധന നിരോധന നിയമത്തിലെ 3-4 വകുപ്പുകളുമുണ്ട്. വിഭഞ്ചികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹങ്ങൾ നാട്ടിൽ റീപോസ്റ്റ്മോർട്ടം നടത്താൻ ശ്രമിക്കുമെന്ന് അഭിഭാഷകൻ മനോജ് കുമാർ പള്ളിമൺ പറഞ്ഞിരുന്നു.